എന്താണ് യുഎസും വെനിൻസുലയും തമ്മിലുള്ള പ്രശ്നം? നമ്മുടെ വെനിൻസുലൻ പ്രസിഡന്റ് ആയിരുന്നു നിക്കോളാസ് മഡൂറോ. അപ്പൊ നിക്കോളാസ് മഡൂറോയുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ 2013 തൊട്ട് ഈ അറസ്റ്റ് ചെയ്തേക്കുന്ന ആ ടൈമിൽ നമ്മൾ വെനിൻസുല ഭരിച്ചുകൊണ്ടിരുന്നത് വെനിൻസുല പ്രസിഡന്റ് പറയുന്നത് ഈ നിക്കോളാസ് മഡൂറോ ആയിരുന്നു. അപ്പൊ ഈ നിക്കോളാസ് മഡൂറോയുടെ ഭരണകാലത്ത് വെനിൻസുല എന്ന് പറഞ്ഞ രാജ്യത്ത് പലതരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ലംഘനങ്ങൾ ഉണ്ടായി. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ മിക്കവരും തൊഴിലില്ലായ്മ, അതായത് മിക്ക ആളുകൾക്കും ജോലിയും കാര്യങ്ങളും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരുപാട് തരത്തിലുള്ള ലോ വയലേഷൻസും അതുപോലെ തന്നെ ഗുണ്ടകൾക്കും ലഹരി മാഫിയകൾക്കും വളരാനുള്ള ഒരു സാഹചര്യം വെനിൻസുല എന്ന് പറഞ്ഞ രാജ്യത്ത് ഉണ്ടാക്കി കൊടുത്തത് ഈ പ്രസിഡന്റ് ആണ് എന്ന തരത്തിലൊരു വാർത്തകളും പരക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തെളിവുകളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ആളുകൾക്ക് ഈ ഒരു പ്രസിഡന്റിനോടും അതുപോലെ വെനിൻസുലൻ ഭരണത്തോടും ഒരു വൈമുക്തത ഉണ്ടാവുകയാണ് ചെയ്തത്. ടെററിസത്തിനും അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് മാഫിയകൾക്ക് ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്ക് യുഎസ്എക്ക്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കയ്ക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വെനിൻസുല ആക്രമിച്ചത് എന്നാണ് പല അമേരിക്കൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ട്രംപിന്റെ അനുയായികളും പറയുന്നത്. പിന്നെ നമ്മൾ എന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളം കലക്കി മീൻ പിടിക്കുക എന്നൊരു കോൺസെപ്റ്റ് ആണ് രാഷ്ട്രീയത്തിൽ പോലും നമ്മുടെ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ട്രംപ് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഘർഷത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അമേരിക്ക ചെയ്തത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകൾ മിസ്സാവാതിരിക്കാൻ നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേരെ. അടുത്ത കണ്ടന്റ് ആയിട്ട് വരുന്നേരെ. ഇറ്റ്സ് മീ അഭിജിത്ത്. ബൈ.